ഹായ് കൂട്ടുകാരെ, ചെടികളും പൂക്കളൊക്കെ ഇഷ്ടമില്ലാത്തവരായിട്ട് ആരും ഉണ്ടാവില്ലല്ലോ അല്ലേ? അപ്പോൾ എൻ്റെ ഒരു ചെറിയ പൂന്തോട്ടത്തിലേക്ക് നമുക്കൊന്ന് പോയാലോ? ഇവിടെ നിൽക്കുന്നത് സാധാരണ ഒരു റെഡ് റോസ് ആണ് കേട്ടോ. നിങ്ങൾക്ക് കാണുന്നുണ്ടോ? ഇത് നമ്മുടെ സാധാ മുള്ളൊക്കെയുള്ളൊരു ചെടി തന്നെയാണ്. ഈ കാണുന്നത് റോസ് കളറിലുള്ള റോസാപ്പൂവാണേ. ഒരു നല്ല വലിയ മുട്ടൊക്കെ ഉണ്ടായി നിൽക്കുന്നുണ്ട്. നിറച്ച് പൂവുണ്ടാവും കേട്ടോ. അതുമേ മഴ പെയ്തിട്ടുണ്ടായിരുന്നു, അപ്പോൾ മഴത്തുള്ളികളൊക്കെ അതുമേ ഇങ്ങനെ നിൽക്കണതാണ് നല്ല ഭംഗിയില്ലേ. നേരത്തെ കാണിച്ച റെഡ് റോസ് ആണ് കേട്ടോ. അതിങ്ങനെ കൊഴിയാനായി. പിന്നെ നമ്മളിതൊക്കെ മാങ്ങനാറി ചെടികളാണ്. മാങ്ങനാറി പൂ എന്നാണ് പറയുക നമ്മുടെ ഇവിടെ. നിങ്ങളുടെ എന്താ പറയാമെന്ന് കമൻറ്റ് ചെയ്തോളൂ കേട്ടോ. ഇത് രണ്ട് ലെയറിലും ഉണ്ടാവും, പിന്നെ ഒറ്റ ലെയറിലും ഉണ്ടാവും, പിന്നെ ഓറഞ്ച് മഞ്ഞ അങ്ങനെ കളറിലൊക്കെ ഉണ്ടാവും കേട്ടോ ഇത്. പിന്നെ നേരത്തെ കാണിച്ച റോസ് കളറിലുള്ള റോസാപ്പൂവിൻ്റെ സെയിം തന്നെയാണ്. ഉണ്ടായിട്ട് ഒരു ദിവസം ആയതുകൊണ്ട് അതിങ്ങനെ കൊഴിയാനായിട്ടുണ്ട്. അപ്പോൾ കളർ ഇങ്ങനെ ചെറുതായിട്ട് മങ്ങിയിട്ടുണ്ട്. ഇത് ഒരു പിങ്ക് ഷെയ്ഡിലുള്ള ഒരു റോസാപ്പൂവാണ്. ഇതിൻ്റെ ചെടിക്ക് മുള്ളുണ്ടാവില്ല, അതാണ് ഇതിൻ്റെ പ്രത്യേകത. നിറച്ചുണ്ടാവും കേട്ടോ. അത് ചെറിയ പൂവാണ്. ഇത് കൊങ്ങിണിച്ചെടിയാണ്, എല്ലാവർക്കും അറിയാലോ. ഇത് പിങ്കും ഓറഞ്ചും പൂവാണ് കേട്ടോ. സാധാരണ നമ്മൾ റോഡ് സൈഡിൽ കണ്ടുവരുന്നത് ഓറഞ്ചാണ്. ഇത് 2-3 കളറുണ്ട്. നമ്മുടെ റോഡ് സൈഡിൽ കാണുന്ന ഓറഞ്ച് പൂവാണ് കേട്ടോ. പിന്നെ നമ്മുടെ ഇവിടെയുള്ളത് മഞ്ഞ കൊങ്ങിണിയുണ്ട്. കണ്ടോ, മഞ്ഞ നല്ല ഭംഗിയ മഞ്ഞ കൊങ്ങിണി നിറഞ്ഞു നിൽക്കുന്നത് കാണാനായിട്ട്. കൂടുതലായിട്ടും പൂക്കളുണ്ടായി നിൽക്കുന്നത് പിങ്കും ഓറഞ്ചും ആയിട്ടുള്ള ആ ഒരു ഷെയ്ഡിലാണ്. ഈ കാണുന്നത് നിത്യകല്യാണിയാണ്. ഇതിൻ്റെ ഉണ്ട് കേട്ടോ 2-3 കളർ. ഇപ്പോൾ ഇത് വഴുതനങ്ങ പൂ കളറാണ്. പിന്നെ വേറൊരു റോസാണ്, ഇത് വൈറ്റ് റോസാണ്. ഇത് മുട്ട് വിരിയണേ ഉള്ളൂ. കുറേ മുട്ടുകളുണ്ടായിരുന്നു. വിരിഞ്ഞ് തോരണം കാണിച്ചു തരാവേ. ഇത് കൊഴിയാനായി കട്ടയായിട്ട് ഉണ്ടായി നിൽക്കുക. കൊലകൊലയായിട്ട് ഇങ്ങനെ കുറേ ഉണ്ടായി നിൽക്കും. കുറേ മുട്ടുകളുണ്ട് കേട്ടോ ഇതിൻ്റെ. കണ്ടോ മുട്ടുകൾ കണ്ടോ നിങ്ങൾ? അങ്ങനെ ഭയങ്കര ഒരു വള്ളി പോലെയായി ഈ റോസാ ചെടി പടർന്നു പോകണം. എന്താ പറയുക, കുറേ മുട്ടുകൾ ഉണ്ടായി നിൽക്കുന്നുണ്ട് കേട്ടോ. പിന്നെ അറ്റത്ത് നിൽക്കുന്ന വൈറ്റ് കണ്ടിട്ടില്ലേ? അതെല്ലാവരുടെ വീട്ടിലുണ്ടാവും. അമ്പലങ്ങളിലേക്കൊക്കെ പൂജയ്ക്ക് എടുക്കുന്ന നന്ദ്യാർവട്ടം എന്ന് പറയുന്ന ഒരു പൂവാണേ. പിന്നെ കോളാമ്പി ചെടിയാണ് നിൽക്കുന്നത് കേട്ടോ. ഭയങ്കര വലിയ കോളാമ്പിയാണ്. നമ്മൾ 2-3 ടൈപ്പിൽ കോളാമ്പി കണ്ടിട്ടുണ്ട്. ചെറുതുണ്ട്, ഒരു മീഡിയം സൈസിലുണ്ട്, പിന്നെ ഇങ്ങനെ വലിയ മരമായിട്ട് അതും മഞ്ഞപ്പൂ ഉണ്ടാവുന്നുണ്ട്. ഇത് പക്ഷേ കുറച്ച് വലിപ്പം കൂടുതലാണ്. പിന്നെ ഈ നിൽക്കുന്നത് മുള്ളില്ലാത്ത നേരത്തെ കാണിച്ച റോസാപ്പൂവിൻ്റെ തന്നെയാണ്. ഇത് കുറേ ഉണ്ടായി നിൽക്കുന്നുണ്ട് കണ്ടോ. പിന്നെ ഈ ചെടിയുടെ പേര് എനിക്ക് അറിയില്ല. നിങ്ങൾ ആർക്കെങ്കിലും ഇതിൻ്റെ പേര് അറിയുന്നുണ്ടെങ്കിൽ കമൻറ്റിൽ ചെയ്തോളൂ. ഇത് കുറേ പൂക്കളായിട്ട് ഇങ്ങനെ ഉണ്ടായി നിൽക്കും, കട്ടയായിട്ട് ഉണ്ടായി നിൽക്കും കേട്ടോ. ഇപ്പം ഉണ്ടായി വരുന്നതേ ഉള്ളൂ. പിന്നെ ഇത് നമ്മുടെ കൊങ്ങിണിപ്പൂ തന്നെ. ഇത് പിന്നെ മുല്ലച്ചെടിയാണ് കേട്ടോ. മുല്ലപ്പൂ വളരെ കുറവാണ് ഉണ്ടാവാറ്. നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ പൂന്തോട്ടം ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം.